അടുത്തതായി നമ്മുടെ ഒരു കുടുംബത്തിലാകുമ്പോൾ എല്ലാവരുടെ അച്ചീവ്മെന്റ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ഇടവക എന്ന കുടുംബത്തിലെ അച്ചീവ്മെന്റ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ അക്നോളജ് ചെയ്യാനുമായിട്ട് ഷിസിയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഈ ദിവസത്തിൽ നമ്മുടെ ഇടവകയിൽ വിവാഹത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നവരെ നമുക്ക് സ്നേഹപൂർവ്വം ആദരിക്കാം. 2025 ജൂബിലി വർഷമായി നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വചനത്തിൽ ഊന്നിക്കൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടനം എന്നുള്ളതാണല്ലോ ഈ ജൂബിലി വർഷത്തെ മോട്ടോ. അതെ, ആ പ്രത്യാശയോടെ 50 വർഷവും 25 വർഷവും പിന്നിട്ട് നമ്മുടെ സ്നേഹം നിറഞ്ഞ ദമ്പതികളെ അനുമോദിക്കുന്നതിനായി ഈ അവസരം ഞാനിവിടെ ഉപയോഗിക്കുന്നു. അവരെ അനുമോദിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ജോർജത്തിനെ ക്ഷണിക്കുകയാണ്. ആദ്യമായി ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജോണി ആന്റണി വേലുക്കാരനെയും അൽഫോൻസ ജോണിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇനി സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെ അനുമോദിക്കുന്നതിന് അവരുടെ പേര് വിളിക്കുന്ന ക്രമം അനുസരിച്ച് അവർ വേദിയിലേക്ക് ദയവായി കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. ജേക്കബ് വലിയകരയിൽ ആൻഡ് റോസി ജേക്കബ്. ജേക്കബ് ഏട്ടൻ എന്തേ? ബാബു കല്ലറയ്ക്കൽ ആൻഡ് ഷീന ബാബു. ഷാജു വർഗീസ് ആൻഡ് ജെൻസി ഷാജു. എല്ലാവരും ഒരു കയ്യൊക്കെ അടിച്ച് അവരെ അനുമോദിച്ച് നമ്മുടെ ആശംസകളെല്ലാം അവരുടെ അടുത്തൊന്ന് അറിയിച്ചേ. ജെൻസി ഷാജു ആൻഡ് ഷാജു വർഗീസ്. ജെൻസി എന്തേ? ജെൻസി പോയോ? ഓക്കെ. ജോൺസൺ ജോൺ ആൻഡ് ലിനി ജോൺസൺ. അടുത്ത ആൾക്കാർ കടന്നു പോന്നോളൂ. ജോൺസൺ ജോൺ ആൻഡ് ലിനി ജോൺസൺ. പൗലോസ് കാച്ചപ്പള്ളി ആൻഡ് രാജീവ് പൗലോസ്. ബേബിച്ചൻ ജോസഫ് ആൻഡ് സോളി ബേബിച്ചൻ. സിജു പോൾ ആൻഡ് സിജി മാത്യു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബേബിച്ചൻ നാട്ടിൽ നിന്ന് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ സിജു പോളിന്റെ ഫാദർ സിക്ക് ആയതുകൊണ്ട് നാട്ടിലാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും നമ്മൾ അനുമോദനങ്ങൾ ആശംസിക്കുന്നു. നല്ലൊരു കൈകളിലൂടെ നമുക്ക് ഇവരെ അനുമോദിക്കുകയും നമ്മുടെ ആശംസകൾ അറിയിക്കുകയും ചെയ്യാം. ഇതുകൂടാതെ നമ്മൾ ഈ ജൂബിലി ആഘോഷിച്ച ദമ്പതികൾക്ക് ആശംസ അറിയിക്കാനായി ജോർജസിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട വൈദികരെ, ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, God made you a family. നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഘടകമാണ് കുടുംബം. എല്ലാ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനം കുടുംബമാണ്. ആ കുടുംബം എന്താണെന്നോ എങ്ങനെ ആയിരിക്കുമെന്നോ അറിയാതെയാണ് നമ്മളെല്ലാവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ കുടുംബത്തെ കുടുംബജീവിതത്തിലൂടെ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ കുടുംബം. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞത്, ഫാമിലി യു ബിക്കം വാട്ട് യു ആർ. ഇപ്പം നമ്മൾ ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിന് വന്ന് നിൽക്കുമ്പോൾ അവർ ഒരു പുരുഷനും സ്ത്രീയും മാത്രമാണ്. അവർക്ക് എന്തെല്ലാം മറ്റ് സവിശേഷതകൾ ഉണ്ടായിരുന്നാലും അതൊന്നും അവിടെ കരണീയമില്ല. ആ രണ്ടുപേര് അവരായിത്തീരുന്നത് പരസ്പരം അറിഞ്ഞ് കൊടുത്ത് ജീവിക്കുന്നതിലൂടെയാണ്. അതിൻ്റെ ഇതിലൂടെ മുതിർന്ന ഭാവമാണ് ഇടവക. കുടുംബം നമ്മുടെ ഏറ്റവും ചെറിയ പതിപ്പാണ്. നമ്മുടെ സഭയുടെ സമൂഹത്തിൻ്റെയൊക്കെ ചെറിയ പതിപ്പാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അവർ പരസ്പരം കണ്ടെത്തുന്നതാണ്. സോ അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞത്, വിശുദ്ധ പിതാവ് പറഞ്ഞത്, അതായത് ഫാമിലി യു ബിക്കം വാട്ട് യു ആർ. അതിനെ ബ്രാൻഡ് ചെയ്യരുത്, കുടുംബത്തെ ബ്രാൻഡ് ചെയ്യരുത്. അതെങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്ന് ബ്രാൻഡ് ചെയ്യണം. അത് കണ്ടെത്തപ്പെടുന്നതാണ്, അത് പൂർത്തിയാക്കപ്പെടേണ്ടതാണ്, അത് നിറയപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് ഇടവകയും. ഇടവ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ വിധത്തിൽ പരസ്പരം അറിഞ്ഞ് കൊടുത്ത് സ്വീകരിച്ച് വളർന്ന് പൂർണ്ണതയിലെത്തുന്നതാണ്. അതുകൊണ്ട് ഒരു ഇടവകയുടെ വളർച്ച എത്രമാത്രമെന്നോ ഒരു കുടുംബത്തിൻ്റെ വളർച്ച എത്രമാത്രമെന്നോ നമുക്ക് ആർക്കും തീരുമാനിക്കാനാവില്ല. ഇനി ആ വളർച്ച സംഭവിക്കുന്നത് എങ്ങനെയാണ്? അത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സാധിക്കുന്നത് നമ്മൾ ഇടവക കൂട്ടായ്മയിൽ, അതാണ് ആദിമസഭയിൽ നമ്മൾ കണ്ടത്. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, ഈ വിധത്തിലുള്ള അവർക്ക് ലഭ്യമായ കൃപയനുസരിച്ച് അവർ ഒന്നുചേർന്ന് വളർന്നപ്പോഴാണ് അത് അതിൻ്റെ മഹോന്നതമായ അവസ്ഥയിൽ വളർന്നുകൊണ്ട് വലിയ സഭയായിത്തീരുന്നത്. ഇപ്രകാരം വിശുദ്ധ കുർബാനയിലൂടെയാണ് ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കപ്പെടുക. ആ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നത് നമ്മൾക്കായി നിയോഗിച്ചു തന്നിട്ടുള്ള നമ്മുടെ വികാരേച്ഛനിലൂടെ. കാരണം നമുക്കായി ഈ വിശ്വാസ സമൂഹത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തോടൊപ്പം നാം ബലി അർപ്പിക്കുമ്പോഴാണ് ഈ ചൈതന്യം നമ്മളിൽ വന്നു ചേരുക. ആകയാൽ നിങ്ങളെല്ലാം കൃത്യമായി ഓർക്കണം. എവിടെയെങ്കിലും പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നു കൂടാം, അത്യാവശ്യം കാര്യങ്ങളിൽ കണ്ടുമുട്ടാം, അതല്ല. വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ അനുദിനം ചേർക്കപ്പെടുമ്പോൾ വന്നു നിറയുന്ന ആത്മാവിൻ്റെ നിറവാണ് കുടുംബത്തിൻ്റെയും ഇടവകയുടെയും പൂർണ്ണത. അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഈ ബോധ്യങ്ങളെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ വന്ന് 25-50 അവർ
വിവാഹിതരായിരുന്ന ആ അവസ്ഥപ്പെട്ടിട്ട് ഈ 50-ൽ നിന്നിട്ട് പിറകോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് അത് അവർക്ക് അത്ഭുതമാണ്. അത് ആരും മൂലം എത്തി, എങ്ങനെ എത്തി? നമ്മളിൽ നിക്ഷിപ്തമായ ദൈവത്തിൻ്റെ കൃപ, നമ്മളിൽ ദൈവത്തിൻ്റെ കൃപ ആ വിധത്തിൽ ദൈവത്തോടൊപ്പം പ്രവർത്തിച്ചപ്പോഴാണ് അത് അത്ഭുതകരമായി തീർന്നത്. ഇതാണ് മിറക്കിൾ. അപ്പൊ ഇന്ന് ലോകത്തിൽ മിറക്കിൾ സംഭവിച്ചുകൊണ്ടായിരുന്നു. ഈ പ്രത്യേകമായ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ നമുക്കാവട്ടെ. ഇങ്ങനെ ഒരു ഇടവക ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട വികാരിച്ചനും ഇടവക ജനത്തിനും ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന കൈക്കാരന്മാർക്കും അതുപോലെ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, പിന്നെ നമ്മുടെ മറ്റ് മതബോധന രംഗം, പിതൃവേദി മാതൃവേദി രംഗങ്ങൾ, യുവജനങ്ങൾ എല്ലാവരെയും അങ്ങേയറ്റം ഞാൻ ഹൃദയപൂർവ്വം അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ആശംസിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്, കുടുംബ യൂണിറ്റാണ് ശരിയായി ഈ ഇടവകയുടെ പൂർണ്ണതയ്ക്കായി കൃത്യമായി പ്രവർത്തിക്കേണ്ടത്. ആ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതയായാണ് അവസാനം ഈ പാരിഷ് ഡേ ആഘോഷങ്ങൾ വരിക. എന്ന് വെച്ചാൽ ഇടവകയിൽ ഓരോ തലത്തിൽ നടക്കുന്ന അവസ്ഥകളെല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ച് അതിൻ്റെ ഒരു ഘോഷമായി തീരുന്നു. അപ്പം ചെറിയ ഘടകം മുതൽ ഇതിൻ്റെ പിന്നിൽ അണിനിരത്തപ്പെട്ട് പ്രവർത്തനോന്മുഖമായിരിക്കണം എന്ന് സാർ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ആമേൻ.